തീർക്കുന്നത്. ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാജി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ബിന്ദു കൃഷ്ണയുടെ പ്രതികരണത്തിലേക്കാണ് ഇനി. അല്ല, ഒരു കാലത്തും കോൺഗ്രസിൽ അങ്ങനെ അഭിപ്രായം പറയുന്നത് വിലക്കിയിട്ടില്ല. അങ്ങനെയുള്ള വിലക്കുകളൊന്നും ഞങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. തീർച്ചയായും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ശ്രീ രാഹുലിൻ്റെ കാര്യത്തിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത വലിയൊരു സംഭവം പുറത്തേക്ക് വന്നു. അദ്ദേഹം അത് നിഷേധിച്ചിട്ടുമില്ല. തീർച്ചയായും അല്ലെങ്കിൽ ഇത് തെറ്റാണെന്നുള്ള പറയാത്തൊരു സാഹചര്യത്തിൽ മറ്റ് കാര്യങ്ങളിലേക്ക്, അതായത് അതിൻ്റെ സാങ്കേതികത്വത്തിലേക്ക് ഒന്നും പോകാതെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ മൂല്യമെന്ന് പറയുന്നത് ധാർമ്മികതയാണ്. നിയമത്തെക്കാൾ ധാർമ്മികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന രാഷ്ട്രീയ പരിസരമാണ് കേരളത്തിലുള്ളത്. അത് CPM ഒന്നും പാലിക്കുന്നില്ല, അല്ലെങ്കിൽ BJP പാലിക്കുന്നില്ല എന്നത് വേറെ കാര്യം. എങ്കിലും കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ധാർമ്മികതയ്ക്കും മൂല്യങ്ങൾക്കും മുൻതൂക്കം നൽകുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ തീർച്ചയായും അദ്ദേഹം രാജിവെച്ച് മുഖ്യധാര രാഷ്ട്രീയ രംഗത്തുനിന്ന് തൽക്കാലം മാറി നിൽക്കുന്നതാണ് പ്രസ്ഥാനത്തിനും നാടിനും ഉചിതം. ഉമാ തോമസ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് രാഹുൽ ഒന്നുകിൽ ഇതൊക്കെ തെറ്റായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് ഒരു നിയമ നടപടി സ്വീകരിക്കണം. ഈ നിശബ്ദത എന്ന് പറയുന്നത് ഇതെല്ലാം ശരിയെന്ന് അംഗീകരിക്കുന്ന എന്നാണ് ഉമാ തോമസ് MLA പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും മൗനം സമ്മതം എന്നാണല്ലോ പൊതുവെ ഒരു മലയാളത്തിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത്. എന്തു തന്നെയായാലും കോൺഗ്രസ് രാഷ്ട്രീയം എല്ലാ കാലത്തും മാനവികതയും സ്ത്രീപക്ഷ നിലപാടും ഉയർത്തിപ്പിടിക്കുന്നതാണ്. CPM-നെ പോലെയല്ല. CPM-ന്റെ വനിതാ നേതാക്കന്മാർ ഇപ്പോൾ മുകേഷിൻ്റെ എത്രയെത്ര സ്ത്രീപീഡന കേസുകൾ, എന്താ പറയുക, ഗാർഹിക പീഡനവും സ്ത്രീ പീഡനവും ഒക്കെ വന്നപ്പം അതിന് വെള്ള പൂശിയ വനിതാ നേതാക്കന്മാർ സ്വന്തം പാർട്ടിയിലെ ഒരു യുവതിക്ക് നേരെ സ്വന്തം പാർട്ടിയുടെ MLA ആക്രമണം നടത്തിയെന്ന പെൺകുട്ടി പരാതി പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്കെതിരായി നിലപാടെടുത്ത് റിപ്പോർട്ട് കൊടുത്ത ശ്രീമതി ടീച്ചർ അടക്കം വന്നെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ലജ്ജയില്ലേ ശ്രീമതി ടീച്ചറെ? തീവ്രത അടക്കാൻ പോയിട്ട് കോൺഗ്രസിനെ മൂല്യം പഠിപ്പിക്കാൻ വേണ്ട കാര്യമില്ല. കോൺഗ്രസ് വളരെ കൃത്യമായി കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ചെയ്യാത്ത രീതിയിൽ 24 മണിക്കൂറിനകം ആദ്യ സ്റ്റെപ്പ് എടുത്തു. അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി പാർട്ടി നേതൃത്വത്തിൽ വലിയ ചർച്ച നടത്തി എല്ലാവരും ഒരു അഭിപ്രായ ഐക്യത്തിലെത്തി. തീർച്ചയായും പാർട്ടി നിലപാട് പറയും. ഉചിതമായ തീരുമാനം പാർട്ടി. യെസ്, ഇതാണ് മറുപടി. അതായത് ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കൾ രാജി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. സമ്മർദ്ദം ശക്തമാണ്. രാഹുൽ രാജിയിലേക്ക് എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. കോൺഗ്രസിന് രാജിക്കപ്പുറത്ത് മറ്റൊരു പോംവഴിയില്ലാത്ത പശ്ചാത്തലം, പ്രത്യേകിച്ച് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന പശ്ചാത്തലം. അവിടെ സർക്കാരിനെതിരെ പ്രതിരോധങ്ങൾ തീർക്കേണ്ട സമയമാണ്, ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ്. ആ ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വെളിപ്പെടുത്തലുകൾ ഇടുത്തിയായി പാർട്ടിക്ക് മുന്നിലേക്ക് എത്തുന്നത്. രാഹുലിനെ പ്രതിരോധിക്കേണ്ട സാഹചര്യത്തിൽ മറ്റെല്ലാ വിമർശനങ്ങളുടെയും കേന്ദ്രം രാഹുലിലേക്ക് എത്തുമ്പോൾ അത് വലിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പാർട്ടി രാജി എന്ന ആവശ്യത്തിലേക്ക് എത്തുന്നത്. വനിതാ നേതാക്കൾ ഉൾപ്പെടെ ആ സമ്മർദ്ദം ശക്തമാക്കിയാണ്. ഡാൻ തുടരുന്നുണ്ട്. ഡാൻ, രാഹുലിന്റെ പ്രതിരോധങ്ങൾ ഒന്നും ഫലിക്കുന്നില്ല, ആ പ്രതിരോധങ്ങളൊന്നും അംഗീകരിക്കാൻ പാർട്ടി തന്നെ ഒരുക്കമല്ല എന്നല്ലേ മനസ്സിലാക്കുന്നത്? ഒരുപക്ഷെ അവസാന ആയുധം എന്ന വണ്ണമായിരിക്കും ഇങ്ങനെയൊരു ശബ്ദ സന്ദേശം എടുത്തുകൊണ്ട് പ്രതിരോധം തീർക്കാൻ. എനിക്ക് അത്ഭുതം തോന്നുന്നത്, ഇത്രയധികം ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ടും ഒരു നിസ്സാരമായ ഇങ്ങനൊരു സംഭവം ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നിഷേധിക്കുന്ന ഒരു ശബ്ദ സന്ദേശം വെച്ചുകൊണ്ട് തനിക്കെതിരെ ഉയർന്നു വന്ന ഗുരുതരമായ ആരോപണങ്ങളെ പൊളിക്കാൻ കഴിയുമെന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനോട് ആരെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ എവിടെ എത്തി നിൽക്കുന്നുവെന്നല്ലാണ്ട് എന്ത് മറുപടിയാണ് അതിന് പറയാൻ? കാരണം ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ ഈ അസോൾട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം അവന്തിക്കുണ്ടായിട്ടില്ല. പക്ഷെ അതിനേക്കാളൊക്കെ ഗുരുതരമായ ദുരനുഭവം നേരിട്ട മറ്റ് 2 പേരുണ്ട്. അവരുമായി ബന്ധപ്പെട്ടാണ് ഈ ശബ്ദ സംഭാഷണങ്ങളടക്കം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതടക്കമുള്ള കാര്യങ്ങളിൽ മൗനം തുടരുമ്പോഴാണ് ഇങ്ങനെ കേവലമായി ഉയർന്ന ഒരു ആരോപണത്തിൻ്റെ പേരിൽ മറ്റൊരു ശബ്ദ സന്ദേശം കാണിച്ച് തനിക്കെതിരെ ഉയർന്നു വന്നത് മുഴുവൻ ഗൂഢാലോചനയാണ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പ്രതിരോധം തീർക്കാനുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവസാനത്തെ ദുർബലമായ ശ്രമങ്ങൾ. പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിന് ഇതിൻ്റെ ഗൗരവം എത്രയാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പാലക്കാട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ UDF-ന് അഭിമാന വിജയം സമ്മാനിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഒടുവിൽ ആ പാർട്ടിക്ക് തന്നെ വിഴുപ്പ് ഭാണ്ഡമായി മാറുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. യെസ്, എന്തായാലും രാഹുൽ മാങ്കൂട്ടം പാർട്ടിയിൽ ഒറ്റപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചവർ ഉൾപ്പെടെ ഇപ്പോൾ പിൻവാങ്ങുന്ന സാഹചര്യം ആണ് ഉള്ളത്. അതിന് അനുസരിച്ച് കൂടുതൽ പ്രതികരണങ്ങൾ ഇപ്പോഴും പുറത്തു വരുന്നു. നേരത്തെ കെ മുരളീധരൻ ഒരു പരിധിവരെയെങ്കിലും രാഹുലിനെ തള്ളിപ്പറയാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇതാ രാഹുലിനെ കെ മുരളീധരനെ പോലെയുള്ളവർ തള്ളിപ്പറയുന്നു. രമേശ് ചെന്നിത്തല
രാജി ആവശ്യം ശക്തമാക്കുന്നു. വി ഡി സതീശനും പൂർണ്ണമായും കൈവിടുന്ന സാഹചര്യമാണുള്ളത്. ജോസഫ് വാഴയ്ക്കന്റെ പ്രതികരണം എന്താ എന്ന് ശ്രദ്ധിക്കാം. ജോസഫ് വാഴയ്ക്കന്റെ വാക്കുകളിലേക്ക്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി, രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി വലിയൊരു പോരാട്ടത്തിൻ്റെ മധ്യത്തിലാണ്. ഇതിനിടയ്ക്ക് ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു ബാധ്യത കോൺഗ്രസ് പാർട്ടിക്കുണ്ടായിരിക്കുകയാണ്. അത്തരം ബാധ്യത കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റ്, ആ വ്യക്തി ചെയ്യുന്ന തെറ്റിന് ആ വ്യക്തി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. രാഹുലിനെതിരെ ഇപ്പോൾ 2-3 ദിവസമായി ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. എനിക്കതിൻ്റെ കൃത്യമൊന്നും നിജസ്ഥിതിയൊന്നും അറിയില്ല. ഇത് തെറ്റാണ് എങ്കിൽ രാഹുൽ അത് സമൂഹത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്തണം, അല്ലെ പാർട്ടിയെങ്കിലും ബോധ്യപ്പെടുത്തണം. അത് ബോധ്യപ്പെടുത്താത്ത സാഹചര്യത്തിൽ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല, കോൺഗ്രസിനുമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഇത് അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം, അതിന് കൃത്യമായ വിശദീകരണം നൽകാൻ കഴിയുന്നില്ല എങ്കിൽ, നിരപരാധിത്വം തെളിയിച്ച് പാർട്ടിക്ക് മുമ്പിൽ വിശദീകരണം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ, സമൂഹത്തിന് മുമ്പിൽ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ച് പോകണം. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കണം. ഇതാണ് എൻ്റെ നിലപാട്. യെസ്, ഇതാണ്, അതായത് മുതിർന്ന നേതാക്കൾ എല്ലാവരും അവരുടെ നിലപാട് വ്യക്തമാക്കുന്നു. തീർച്ചയായും ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കും എന്നത് തന്നെ ആണ്. ഇപ്പോഴും പാർട്ടിയിലെ വലിയൊരു വിഭാഗം ആളുകളും ആ നിലപാടിൽ തന്നെ നിൽക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവനടി നടത്തിയ വെളിപ്പെടുത്തൽ, അതിന് പിന്നാലെ നിരവധിയായ സ്ത്രീകളുടെ പരാതികൾ, യുവതികളുടെ പരാതികൾ ഉൾപ്പെടെ പാർട്ടിക്കകത്ത് തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം. നേരത്തെയും ഇത്തരം പരാതികളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് എങ്കിൽ പോലും പാർട്ടിക്ക് പുറത്ത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയത് യുവനടിയായിരുന്നു. അതിനുശേഷം ട്രാൻസ്ജെൻഡർ അവന്തികയെ പോലെയുള്ളവർ തന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് തന്നെയാണ് പ്രതികരിച്ചത്. ഗർഭഛിദ്രത്തിന് അടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിക്കുന്നതിൻ്റെ ശബ്ദ സംരക്ഷണം അടക്കം പുറത്തു വരുമ്പോൾ മാധ്യമങ്ങൾക്കും അതിൽ പരിമിതികൾ ഉണ്ട്. ഞങ്ങൾ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നു, ഞങ്ങൾ അവരുടെ എല്ലാവരുടെയും സ്വകാര്യതയെ അങ്ങേയറ്റം ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇത്തരം വാർത്തകൾ പുറത്തുവിടുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഉൾപ്പെടെ ഇപ്പോൾ കേൾപ്പിച്ച ആ ശബ്ദ സംരക്ഷണം എന്നത് അടക്കം അതൊരു കോൺഫറൻസ് കോൾ ആയിരുന്നു എന്നത് വളരെ കൃത്യമായി അതിൽ പങ്കാളികളായിരുന്ന അരുണിമ, അമേയ ഉൾപ്പെടെയുള്ളവർ സ്ഥിരീകരിക്കുന്നുണ്ട്. അന്ന് സംസാരിച്ചത്, 1-ാം തീയതി സംസാരിച്ചത് ഇക്കാര്യങ്ങളാണ് എന്ന് പറയുമ്പോൾ പോലും അവന്തികയുടെ പെർമിഷൻ ഇല്ലാതെ അങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പ് ഞങ്ങൾ അതിൻ്റെ പൂർണ്ണരൂപം ടെലികാസ്റ്റ് ചെയ്യുക എന്നത്, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുക എന്നത് അത് ധാർമ്മികമായി നിരക്കുന്ന ഒന്നല്ല എന്നുകൂടി വളരെ കൃത്യമായി പ്രേക്ഷകരോട് പറയാൻ കൂടി ശ്രമിക്കട്ടെ. ഇപ്പോൾ വി വിനോദ് കൂടി ചേരുകയാണ്. വിനോദ്, ഇവിടെ ഇതാ ചില പ്രതിരോധങ്ങൾ ഉണ്ടാകും രാഹുലിന്റെ ഭാഗത്ത് നിന്ന് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ആയിരുന്നു. പക്ഷേ ആ പ്രതിരോധം എന്നത് ഇപ്പോൾ നൽകുന്ന ഈ ശബ്ദ സംരക്ഷണം മാത്രം മതി.